Hello dear students, today we are going to take a new chapter, Human Excretory System. Human Excretory System already നമ്മൾ പ്ലസ് വണ്ണിന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഏകദേശം ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ നമുക്ക് സമയം കളയാതെ ചാപ്റ്ററിലേക്ക് പോവാം. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഹ്യൂമൻ. വാട്ട് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഹ്യൂമൻ? വളരെ ഫെമിലിയർ ആണ്. എ പെയർ ഓഫ് മീസോഡെർമൽ കിഡ്നി and we also have one pair of ureter, urinary bladder and urethra. Okay, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് വരുന്നത്. അതിൽ കിഡ്നി ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ഓൾ വെർട്ടിബ്രേറ്റ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, കിഡ്നി ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ. കിഡ്നി ഈസ് mesodermal in origin. Okay, our kidney is mesodermal in origin. And position of kidney, where it lies. A kidney lies close to the abdominal wall but behind the peritoneal lining. A kidney lies close to the abdominal wall but behind the peritoneal lining. Abdominal wall ക്ലോസ് ആയിട്ട് പെരിറ്റോണിയൽ ലൈനിങ്ങിന് പുറകിലായിട്ടാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. ഇനി കിഡ്നി സ്ട്രക്ചർ. കിഡ്നീസ് ആർ റെഡിഷ് ബ്രൗൺ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് last thoracic and third lumbar vertebra, close to the dorsal inner wall of the abdominal cavity. Between the levels of last thoracic and third lumbar vertebra. Last thoracicനും third lumbar vertebrയ്ക്കും ഇടയിലാണ്. Okay, and close to the dorsal inner wall of the abdominal cavity. And ഇതിൻ്റെ സൈസ് 10 to 12 cm ലെങ്ത്, 5 to 7 cm width, 2 to 3 cm thickness ആണ്. ഇതിന് ആവറേജ് വെയിറ്റ് ഓഫ് 120 to 170 ഗ്രാം. 120 to 170 ഗ്രാം ആണ് ഇതിൻ്റെ ആവറേജ് വെയിറ്റ്. 120 മുതൽ 170 ഗ്രാം വരെ ഉള്ളൂ നമ്മുടെ കിഡ്നിയുടെ വെയിറ്റ്. നെക്സ്റ്റ്, കിഡ്നിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്കിവിടെ കാണാം. മേജർ പാർട്സ് ഓഫ് ദ കിഡ്നി. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാണ്. മേജർ പാർട്സ് ഓഫ് ദ കിഡ്നി നമുക്കറിയാം. കിഡ്നി ഹാസ് എൻ ഔട്ടർ cortex and inner medulla. Okay, the total structure of kidney can be divided into two. One is outer cortex and inner medulla. Okay, and there is an outer covering. Externally, the kidney is covered by a connective tissue sheath or capsule. Okay, externally the kidney is covered by a connective tissue capsule. And the kidney structure is a bean-shaped structure. Its inner margin is concave. Okay, inner margin of kidney is concave and the outer margin is convex. Okay, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ്? Each kidney consists of an outer cortex and inner medulla. Okay, and a kidney is covered by a capsule, connective tissue capsule, and kidney is a bean-shaped structure. It has an inner concave region and outer convex region. നെക്സ്റ്റ്, ഇത്രയും ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു വേർഡാണ് ഹൈലം ആൻഡ് റീനൽ പെൽവിസ്. ഹൈലം ആൻഡ് റീനൽ പെൽവിസ്. വാട്ട് യു മീൻ ബൈ ഹൈലം? ഹൈലം വേർഡ് ക്ലിയർ ആക്കുക. ഹൈലം. സെക്കൻഡ് വേർഡ് റീനൽ പെൽവിസ്. എന്താണ് ഹൈലം? ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് ദ ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി വി ക്യാൻ സി എ നോച്ച് ഓർ എ ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു നോച്ച് ഓർ ഡിപ്രഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ ഈ കിഡ്നി ഇവിടെ ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ ഈ കുഴൽ മാറ്റി നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ വരയ്ക്കുന്ന കാണുന്നുണ്ട് അല്ലേ? ഇങ്ങനെയാണ് കിഡ്നിയുടെ സ്ട്രക്ചർ വരുന്നത്. സോ ഹിയർ വി ക്യാൻ സി എ നോച്ച് ഓർ ഡിപ്രഷൻ. ഇങ്ങനെ കുഴിഞ്ഞ് ഇവിടെ ഒരു ഡിപ്രഷൻ കാണാം. ഓക്കെ, സോ ദിസ് ഡിപ്രഷൻ, നോച്ച് ഓർ ഡിപ്രഷൻ ഇസ് കോൾഡ് ഹൈലം. ഓക്കെ, സോ നോച്ച് ഓർ ഡിപ്രഷൻ സീൻ ദ സെൻറ്റർ ഓഫ് ദി ഇന്നർ കോൺകേവ് റീജിയൻ ഇസ് കോൾഡ് ഹൈലം. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഹൈലം? All the blood vessel, nerve and ureter enter into the or leave away from the kidney is through the hilum.
Okay, through which ureter, blood vessel and nerve enter. Okay, nerves enter. All the nerves, blood vessel, ureter enter into the kidney through this hilum. So hilum വഴിയായിട്ടാണ് എല്ലാം ഉള്ളിലേക്ക് വരുന്നത്. നെക്സ്റ്റ് റീജിയൻ ജസ്റ്റ് ആഫ്റ്റർ hilum there is another region called renal pelvis. Renal pelvis ആ പിക്ചറിൽ കാണാം. It is a broad funnel shaped space seen inner to the hilum. It's a broad funnel shaped space seen inner to the hilum. ഹൈലം കഴിഞ്ഞ് വരുന്ന ആ ഒരു ബ്രോഡ് ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ കാണുന്ന ഇതിപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഭാഗം ഹൈലം കഴിഞ്ഞ് വരുന്ന ഈ ബ്രോഡായിട്ട് കാണുന്ന ഈ ഫണൽ ഷേപ്ഡ് റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീനൽ പെൽവിസ് എന്ന് വിളിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് റീജിയൻ ഈസ് റീനൽ പെൽവിസ്. It is a broad funnel shaped space seen inner to the hilum. It has projection called calyces. Okay, so നമുക്ക് ഇതിലും കൃത്യമായിട്ട് നമുക്ക് കാണാം. ഈ ഭാഗം ഈ ഒരു റീജിയനാണ് ഹൈൽ എന്ന് പറയുന്നത്. ഹൈലത്തിന് ഒരുപാട് പ്രൊജക്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ യെല്ലോ കളർ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. സോ ഇറ്റ് ഈസ് എ ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ് സീൻ ഇന്നർ ടു ദി ഹൈലം. ഇറ്റ് ഹാസ് പ്രൊജക്ഷൻ കോൾഡ് കാലിസസ്. ഓക്കെ, സോ രണ്ട് വേർഡ് പഠിക്കുക. ഒന്ന് ഹൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ കാണുന്ന ഇന്നർ കോൺകേവ് സർഫസിൽ കാണുന്ന ഡിപ്രഷൻ, നോച്ചിനെ വിളിക്കുന്ന പേരാണ്. ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദി ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദി കിഡ്നി ഈസ് എ നോച്ച് ഓർ ഡിപ്രഷൻ കോൾഡ് ഹൈലം ഇസ് പ്രസൻറ്റ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈലം? ഹൈലത്തിലൂടെയാണ് all the ureter, blood vessel, nerves enter into the kidney through this hilum. Hilum കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന broad funnel shaped space. Hilum, just after hilum we can see a broad funnel shaped space. ഇതിനെ വിളിക്കുന്ന പേരാണ് renal pelvis, inner to the hilum. It has projection called calyces. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി കോർട്ടെക്സ് ആൻഡ് മെഡുല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർട്ടെക്സ് ആൻഡ് മെഡുല. Inside the kidney, there are two zones. Kidney total structure we can divide into two zones, an outer zone and an inner zone. Outer zone is called outer cortex and inner one is inner medulla. Okay, so outer cortex and inner medulla. Total kidney structure is divided into two zones, outer cortex and inner medulla. Clear ആണല്ലോ? outer cortex, inner medulla. ഇനി കോർട്ടെക്സ് നോക്കുക. കോർട്ടെക്സ് further has two zones. അപ്പോൾ ഈ കോർട്ടെക്സ് ആയിട്ട് മെഡലായിട്ട് ഡിവൈഡ് ചെയ്ത കോർട്ടെക്സിനെ വീണ്ടും രണ്ട് സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഔട്ടർ കോർട്ടിക്കൽ സോൺ ആൻഡ് ഇന്നർ ജെക്സ്റ്റാ മെഡുലറി സോൺ. കോർട്ടെക്സ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ടു സോൺ, ഔട്ടർ കോർട്ടിക്കൽ സോൺ ആൻഡ് ഇന്നർ ജെക്സ്റ്റാ മെഡുലറി സോൺ. മെഡുല ഈസ് ഡിവൈഡഡ് ഇൻ ടു നെക്സ്റ്റ് മെഡുല ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫ്യൂ കോണിക്കൽ മാസസ് ഓഫ് ടിഷ്യൂ. രണ്ട് സോണല്ല, ഒരുപാട് കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ, പിരമിഡ് ലൈക്ക് ടിഷ്യൂ കാണാൻ പറ്റും നമുക്ക് പിക്ചറിൽ. ദിസ് ഈസ് കോൾഡ് മെഡുലറി പിരമിഡ്. മെഡുല ഈസ് നോട്ട് എ കണ്ടിന്യൂസ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു കോണിക്കൽ മാസസ് ഓഫ് ടിഷ്യൂ. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം, വ്യക്തമായിട്ട് കാണാം. ഇതൊരു കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ, ഇതൊരെണ്ണം, ഇതടുത്തത്. അപ്പോൾ ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് മെഡുല എന്ന് പറയുന്ന കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ. ഓക്കെ, സോ മെഡുല ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ഫ്യൂ കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ കോൾഡ് മെഡുലറി പിരമിഡ്സ് ഓർ റീനൽ പിരമിഡ്സ്. These renal pyramids projects into the calyces. കണ്ടോ, ഇതിൻ്റെ ബേസൽ റീജിയൻ നോക്കിയേ. റീനൽ പെൽവിസ് കഴിഞ്ഞ് മുകളിലേക്ക് കയറി വരുന്ന ഭാഗമാണ് കാലിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അപ്പോൾ അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബേസൽ പോർഷൻ നിൽക്കുന്നത്. റീനൽ പിരമിഡ് പ്രൊജക്റ്റ് ഇൻ ടു ദി കാലിസസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ നമ്മൾ കോർട്ടെക്സും മെഡുലയാണ് പറയുന്നത്. കോർട്ടെക്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഔട്ടർ കോർട്ടിക്കൽ സോൺ ആൻഡ് ഇന്നർ ജെക്സ്റ്റാ മെഡുലറി സോൺ. ജെക്സ്റ്റാ മെഡുലറി എന്ന് പറയുമ്പോൾ മെഡുലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അടുത്ത് കാണുന്ന ജെക്സ്റ്റാ മെഡുലറി സോൺ എന്ന് പറയുന്നത് കോർട്ടെക്സിൻ്റെ ഭാഗമാണ്, കോർട്ടിക്കൽ സോൺ. മെഡുല എങ്ങനെയാണ്? മെഡുലയും ഒരു കണ്ടിന്യൂസ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സോ മെനി കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ.
അതിന് വിളിക്കുന്ന പേരെന്താ? മെഡുലറി പിരമിഡ്സ് ഓർ റീനൽ പിരമിഡ്. മെഡുലറി പിരമിഡ്സ് ഓർ റീനൽ പിരമിഡ്. റീനൽ പിരമിഡിൻ്റെ പ്രത്യേകത എന്താ? മെഡുലറി പിരമിഡിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് പ്രൊജക്ട്സ് ഇൻ ടു ദി കാലിസസ്. മെഡുലറി പിരമിഡ് ഓർ റീനൽ പിരമിഡ് പ്രൊജക്ട്സ് ഇൻ ടു ദി കാലിസസ്. ഇനി കോട്ടക്സിനെയും മെഡുലൈനെയും ബന്ധപ്പെടുത്തിയൊരു കാര്യം പറയും. അപ്പോൾ കോട്ടക്സിൻ്റെ ഒരു കാര്യം പറഞ്ഞു, മെഡുലൈൻ്റെ ഡിവിഷൻ പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കോട്ടക്സ് മെഡുലയുടെ ഉള്ളിൽ കയറി കാണുക. കാരണം മെഡുല ഒരു കണ്ടിന്യൂസ് സ്ട്രക്ചർ അല്ല, വെറും കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. ഓരോ മെഡുലയുടെ ഇടയിലും മെഡുലറി പിരമിഡിൻ്റെ ഇടയിലും ഗ്യാപ്പ് വരും. ഓക്കെ, നമുക്ക് പിക്ചറിൽ നിന്ന് കാണാം. ഇതൊരു ഗ്യാപ്പ്. ഓക്കെ, ഗ്യാപ്പുകൾ കണ്ടില്ലേ? ഇതൊക്കെ ഗ്യാപ്പുകളാണ്. ഞാനിപ്പോൾ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതൊക്കെ ഗ്യാപ്പുകളാണ്. സോ അവിടേക്ക് ആര് കയറിയിരിക്കും? കോട്ടക്സ്. പുറത്തെ ഭാഗമാണ് കോട്ടക്സ്, മെഡലിൻ്റെ ഉള്ളിലാണ്. മെഡൽ കണ്ടിന്യൂസ് അല്ല, അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലേക്ക് ആര് കയറും? കോട്ടക്സ് കയറും. സോ കോട്ടക്സ് എക്സ്റ്റെൻസ് ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് ആസ് റീനൽ കോളം. ഒരു കോളം പോലെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നു. ആരെ കാണുന്നു? കോട്ടക്സ് കാണുന്നു. സോ ദ കോട്ടക്സ് എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് ആസ് റീനൽ കോളം കോൾഡ് കോളം ഓഫ് ബെർട്ടിനി. കോളം ഓഫ് ബെർട്ടിനി. ഓക്കെ, അപ്പോൾ കോട്ടക്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചു? കോട്ടക്സിൻ്റെ രണ്ട് ഡിവിഷൻ പഠിച്ചു. മെഡുല എന്താണെന്ന് പഠിച്ചു? മെഡുല ഇസ് നോട്ട് എ കണ്ടിന്യൂസ് സ്ട്രക്ചർ, ഇറ്റ് ഹാസ് കോണിക്കൽ മാസ് ഓഫ് ടിഷ്യൂ കോൾഡ് മെഡുലറി പിരമിഡ്. ഓക്കെ, അത് പ്രൊജക്ട്സ് ഇൻ ടു കാലിസസ്. അത് കഴിഞ്ഞിട്ട് ഈ മെഡുലയുടെ ഇടയിലെ ഗ്യാപ്പിലേക്ക് കോട്ടക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കോട്ടക്സ് എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ് ആസ് റീനൽ കോളം കോൾഡ് കോളം ഓഫ് ബെർട്ടിനി. കോളം ഓഫ് ബെർട്ടിനി. Okay, so all these cortex and renal pyramids together constitute the parenchyma of the kidney. കോർട്ടക്സും ഈ മെഡലയും അല്ലെങ്കിൽ റിനൽ പിരമിഡും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പാരൻകൈമ ഓഫ് ദ കിഡ്നി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് യുറേറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യുറേത്ര. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. യുറേറ്റർ എന്താ, യൂറിനറി ബ്ലാഡർ എന്താ, യുറേത്ര എന്താന്ന്. യുറേറ്റർ മീൻസ് ഇറ്റ് ഈസ് എ ട്യൂബ് ദാറ്റ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി. നമ്മൾ പറഞ്ഞു ഹൈലസ് എന്ന് പറയുന്ന, ഹൈലം അല്ലെങ്കിൽ ഹൈലസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്രഷനിലൂടെയാണ് യുറേറ്റർ എൻ്റർ ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കിഡ്നിയിൽ നിന്ന് യുറേറ്ററാണ് പുറത്തേക്ക് വരുന്നത്. കിഡ്നിയിൽ നിന്ന് യുറേറ്റർ പുറത്തേക്ക് വരുന്നു. യുറേറ്റർ ഈസ് എ ട്യൂബ് ദാറ്റ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി. യൂറിൻ എവിടെ ഫോം ചെയ്യുക? നെഫ്രോണുകളിൽ, കിഡ്നിയിലാണ് ഫോം ചെയ്യുക. അങ്ങനെ ഫോം ചെയ്യുന്ന യൂറിൻ ദാറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദിസ് യുറേറ്റർ. ഓക്കെ, ഇറ്റ്സ് എ ട്യൂബ് ദാറ്റ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി ആൻഡ് അതെവിടെ എത്തും? ത്രൂ ദിസ് യുറേറ്റർ യൂറിൻ റീച്ചസ് യൂറിനറി ബ്ലാഡർ. ഓക്കെ, ഇറ്റ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നി ടു ദി യൂറിനറി ബ്ലാഡർ. ഓക്കെ, സോ അത് കിഡ്നിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിനെ എത്തിക്കുക എന്നുള്ളതാണ് യുറേറ്ററുടെ ജോലി. പിക്ചറിൽ നിന്ന് ക്ലിയർ ആണല്ലോ? യുറേറ്റർ കണ്ടുപിടിച്ചൂടെ? യുറേറ്റർ കാണുന്നുണ്ടല്ലോ പിക്ചറിൽ, യുറേറ്റർ. ഓക്കെ, ഇനി ടെർമിനലി യുറേറ്റർ ഓപ്പൺസ് ടു ദി യൂറിനറി ബ്ലാഡർ. Terminally, ureter opens to the urinary bladder. Leading out from the bladder is a tube called urethra. അപ്പോൾ കിഡ്നിയിൽ നിന്ന് യുറേറ്റർ എവിടേക്ക് എത്തും? യൂറിനറി ബ്ലാഡറിലേക്ക് എത്തും. യൂറിനറി ബ്ലാഡറിൽ യൂറിൻ സ്റ്റോർ ചെയ്യും. ഇനി പുറത്തേക്ക് പോകണം. ഓക്കെ, യൂറിൻ പുറത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ട്യൂബാണ് യുറേത്ര. ഓക്കെ, യുറേത്ര ഈസ് ഷോർട്ട് ഇൻ ഫീമെയിൽ ആൻഡ് ലോങ് ഇൻ ദ മെയിൽ. Urethra is short in female but long in male. Urethra in male. Male എന്താ പ്രത്യേകത? In the male, urethra joins the male duct and form urinogenital duct. Okay, urethra male duct sperm ductuമായിട്ട് ജോയിൻ ചെയ്തിട്ട് ജെനൈറ്റൽ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് a common duct is formed called urinogenital duct. Okay, this urinogenital duct open at the tip of the penis. So this penis has both sexual function and urinary function. Okay, so urinogenital ducts open at the tip of the penis. But in the female, urethra opens out independently. Urethra-ക്ക് ഒരു urinary function മാത്രമേ ഉള്ളൂ. Okay, so but in female, urethra opens out independently. Urethral sphincter. Urethral sphincter. What do you mean by urethral sphincter? വളരെ സിമ്പിളാണ്. ദീസ് ആർ എ പെയർ ഓഫ് മസ്കുലാർ റിങ്സ്. യുറേത്രൽ സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ എ പെയർ ഓഫ് മസ്കുലാർ റിങ്സ്. എവിടേക്കാണ് യുറേത്രൽ സ്ഫിങ്ക്റ്റർ? ഇറ്റ് ഈസ് സീൻ അറ്റ് ദി യുറേത്ര ബ്ലാഡർ ജംഗ്ഷൻ. ഓക്കെ,
The opening of the bladder to the urethra is guarded by these rings. Opening of the bladder to the urethra. ഓക്കെ, നമ്മുടെ പിക്ചറിൽ എവിടെ കാണും അത്? ഇതാ ഈ റീജിയനിലായിട്ട്, സോറി, ഇതാ ഇവിടെ ബ്ലാഡർ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കാണുക. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ യുറേത്ര, ബ്ലാഡർ യുറേത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗത്താണ് ഈ സ്ഫിങ്ക്റ്റർ കാണുന്നത്. ഓക്കെ, സോ യുറേത്രൽ സ്ഫിങ്ക്റ്റർ, ദീസ് ആർ എ പെയർ ഓഫ് മസ്കുലാർ റിങ്സ്. ദ ഓപ്പണിംഗ് ഓഫ് ദ ബ്ലാഡർ ടു ദി യുറേത്ര ഈസ് ഗാർഡഡ് ബൈ ദീസ് റിങ്സ്. Okay, what is the role of this urethral sphincter? If the urethral sphincter was absent, if there is no urethral sphincter, what will happen? Ureter വഴിയായിട്ട് urine will enter into the urinary bladder. If there was no sphincter, urine freely goes through the urethra without any hindrance. Urine directly goes out through the urethra. വെള്ളം അങ്ങനെ വരുന്നതനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. യൂറിനേഷൻ, മൂത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ urethral sphincter is very very important. The function is very very important. These are a pair of muscular rings. The opening of the bladder to the urethra is guarded by this ring. This regulate the passage of urine. Urine passageനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ യൂറിനറി ബ്ലാഡറിനും യൂറേത്രയ്ക്കും ഇടയിലുള്ള ആ സ്ഫിങ്ക്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലോസ് ചെയ്തിരിക്കണം. ആവശ്യമുള്ള സമയത്ത് നമ്മൾ വോളണ്ടറി ആയിട്ട് അത് തുറക്കും. അപ്പോഴാണ് യൂറിൻ താഴത്തേക്ക് വരുന്നത്. വോളണ്ടറി ആയിട്ടാണ് തുറക്കും. കുട്ടികളിൽ ആ വോളണ്ടറി ആയിട്ടുള്ള തുറക്കൽ വളരെ ചെറിയ കുട്ടികൾക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അവർക്ക് യൂറിൻ ഫോം ചെയ്യുന്നതനുസരിച്ച് പെട്ടെന്ന് പോകുന്നത്. Urinary bladder is lined by transitional epithelium. Urinary bladder is lined by transitional epithelium. Okay. നമ്മൾ ഈ കണ്ട പിക്ചറിൽ കണ്ട ഈ യൂറിനറി ബ്ലാഡറിന് ചുറ്റും, ഇതിന് ചുറ്റും എന്തുണ്ട്? ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഉണ്ട്. യൂറിനറി ബ്ലാഡർ ഈസ് ലൈൻ ബൈ ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഓക്കെ, വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ദിസ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം? അപ്പോൾ നമ്മൾ യുറേറ്റർ പഠിച്ചു. യുറേറ്റർ എവിടെ നിന്ന് വരുന്നു? കിഡ്നിയിൽ നിന്ന് വരുന്നു. യൂറിനെ കളക്ട് ചെയ്യുന്നു. എവിടേക്ക് എത്തിക്കുന്നു? യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്നു. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്ന യുറേത്രയാണ്. ബിറ്റ്വീൻ ദീസ് യൂറിനറി ബ്ലാഡർ ആൻഡ് യുറേത്ര ദർ വിൽ ബി എ സ്ഫിങ്ക്റ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. ഇനി യുറേത്ര ഷോർട്ടാണ് ഫീമെയിലിൽ, ലോങ് ആണ് മെയിലിൽ നമ്മൾ പഠിച്ചു. യുറേത്ര മെയിലിൽ യൂറിനോ ജെനൈറ്റലാണ്, പക്ഷേ ഫീമെയിലിൽ ജെനൈറ്റൽ ഫങ്ഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് യുറേത്രൽ സ്ഫിങ്ക്റ്ററിനെ കുറിച്ച് പഠിച്ചു. അവിടെ ഒരു സ്ഫിങ്ക്റ്റർ എന്താ കണക്ട് ചെയ്യുന്ന, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ഫിങ്ക്റ്ററാണ്, റിംഗ് ലൈക്ക് സ്ട്രക്ചറാണ് യുറേത്രൽ സ്ഫിങ്ക്റ്റർ. ഇനി യൂറിനറി ബ്ലാഡറിൻ്റെ പ്രത്യേകത പഠിക്കുകയാണ്. ഇറ്റ്സ് എ ട്രാൻസിഷണൽ. യൂറിനറി ബ്ലാഡർ ഈസ് ലൈൻ ബൈ ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഓക്കെ, transitional epithelium. This transitional epithelium has great powers for elasticity and distension. Distension means to become expanded. Okay, so it has a power for elasticity and distension. അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എക്സ്പാൻഷൻ പവർ. ഓക്കെ, സോ യൂറിൻ വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അതല്ല വളരെ എക്സ്പാൻഡ് ചെയ്യാനൊന്നുമില്ല, കഴിവില്ലാത്ത, ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പെയിൻ തുടങ്ങും. അതുപോലെ തന്നെ കുറേ കഴിയുമ്പോൾ പൊട്ടും. വേറെ വഴിയില്ലല്ലോ. ഇതിങ്ങനെ ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട്, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് യൂറിൻ വരുന്നതിനനുസരിച്ച് അത് വലുതായിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്ലാഡർ ഫ്രം ഡാമേജ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ് വെൻ ദ ബ്ലാഡർ ഗെറ്റ്സ് ഫിൽഡ് വിത്ത് യൂറിൻ. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്ലാഡർ ഫ്രം ഡാമേജ് ഡ്യൂ ടു എൻലാർജ്മെൻറ്റ്. വലുതായി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ഡാമേജിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു വെൻ ദ ബ്ലാഡർ ഗെറ്റ്സ് ഫിൽഡ് വിത്ത് യൂറിൻ. നെക്സ്റ്റ്, മൈക്രോസ്ട്രക്ചർ ഓഫ് കിഡ്നി. മൈക്രോസ്ട്രക്ചർ ഓഫ് കിഡ്നി. വാട്ട് ഈസ് ദ മൈക്രോസ്ട്രക്ചർ ഓഫ് കിഡ്നി? Microstructure of kidney is called nephron. Nephron is the structural and functional unit of the kidney. Nephron is the structural and functional unit of the kidney. Okay, a single kidney has nearly 1 million nephron. Each kidney has nearly 1 million nephron. അപ്പോൾ ഒരു കിഡ്നി എന്ന് പറയുന്നത് 120-170 ഗ്രാം മാത്രം വലിപ്പമുള്ള, വളരെ ചെറിയ, ഒരു 12 സെൻറ്റിമീറ്ററൊക്കെ അത്ര മാത്രം വലിപ്പം വരുന്ന
വളരെ ചെറിയ ആ കിഡ്നിയുടെ ഉള്ളിൽ 1 മില്യൺ നെഫ്രോൺ ഉണ്ട്. അപ്പോൾ നെഫ്രോൺ എത്ര ചെറുതായിരിക്കും? വളരെ ചെറിയ സ്ട്രക്ചറാണ് നെഫ്രോൺ. ഓക്കെ, ആ നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചറിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ഈച്ച് നെഫ്രോൺ ഹാസ് 2 parts. The total structure of, we can divide the total nephron structure into 2. One is called renal corpuscles. First part is called renal corpuscle, and the second part is called urinary tubule or renal tubules. Urinary tubules or renal tubules. Okay, renal corpuscles and urinary tubules or renal tubules. So renal corpuscle എന്ന് പറയുന്ന ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്. അതുപോലെ തന്നെ അതിനെ തുടർന്ന് വരുന്നൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ റിനൽ ട്യൂബ്യൂളുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ് പോർഷനാണ് റിനൽ കോർപ്പസിൽ. ബാക്കി വരുന്ന ഈ കംപ്ലീറ്റ് പോർഷൻ എന്താണ്? റിനൽ ട്യൂബ്യൂളാണ്. ഓക്കെ, ട്യൂബുലാർ പോർഷനാണ്. റിനൽ കോർപ്പസിൽ ഈസ് ദ ബേസൽ ട്യൂബുലാർ പോർഷൻ. Renal corpuscle is the basal tubular portion. The urinary tubule is the terminal tubular portion. Renal corpuscle is the basal tubular, first tubular portion, and urinary tubule is the terminal tubular portion. അങ്ങനെ നമുക്ക് രണ്ടായിട്ട് നെഫ്രോണിൻ്റെ സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ബൗമാൻസ് ക്യാപ്സ്യൂളൊക്കെ വരുന്ന റിനൽ കോർപ്പസിൽ റീജിയണും തുടർന്ന് വരുന്ന DCT PCT ലൂപ്പ് ഓഫ് ഫൈനിലേക്ക് വരുന്ന റിനൽ ട്യൂബുലാർ സ്ട്രക്ചർ. റിനൽ കോർപ്പസ്, ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് നെഫ്രോൺ ലൊക്കേറ്റഡ് ഇൻ ദി കോർട്ടിക്കൽ റീജിയൻ. പൊസിഷൻ ഈസ് ഇൻ ദി കോർട്ടിക്കൽ റീജിയൻ. ഓക്കെ, ദിസ് റിനൽ കോർപ്പസിൽ ഓൾസോ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 regions. One is called glomerulus and the second one is called Bowman's capsule. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. Glomerulus and Bowman's capsule. What do you mean by glomerulus? It is a tuft of capillaries formed by the afferent arteriole. Okay, so a tuft of capillaries formed by the afferent arteriole is called glomerulus. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് അഫറൻ്റാന്ന് വിചാരിക്കുക. ഇത് അഫറൻ്റ് ഇവിടെ വന്നിട്ട് അത് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ടഫ്റ്റ് ഓഫ് കാപ്പിലറി ഫോം ചെയ്തിട്ട് അത് പുറത്തേക്ക് പോകുന്നത് ഇഫറൻ്റ് ആർട്ടീരിയോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ റിനൽ കോർപ്പസിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇനീഷ്യൽ പാർട്ട് ഓഫ് നെഫ്രോൺ. അത് 2 ഭാഗമുണ്ട്. ഗ്ലോമറുലസ് ഉണ്ട്, ബൗമാൻസ് ക്യാപ്സ്യൂളുണ്ട്. ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് വെസലാണ്. ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ ബൗമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ കാണുന്ന ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ആ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോം ബൈ ദി അഫറൻ്റ് ആർട്ടീരിയോൾ. വാട്ട് ഡു യു മീൻ ബൈ അഫറൻ്റ് ആർട്ടീരിയോൾ? ഇറ്റ് ഈസ് എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. Renal artery through hilum enter into the kidney and undergo, and so many branches are formed, so many fine branches are formed. This fine branch of renal artery is called afferent arteriole. Fine branches of renal artery is called afferent arteriole. Okay, and blood from the glomerulus is carried away by an efferent arteriole. Okay, so blood vessel enter into, blood enter into glomerulus, Bowman's capsule, by this afferent arteriole. When it enter into Bowman's capsule, it forms afferent arteriole. എന്ത് ചെയ്യും? afferent arteriole form tuft of capillaries. capillary divide ചെയ്ത് tuft of capillaries form ചെയ്യും. Okay, then it move away from the Bowman's capsule by efferent arteriole. Afferent arteriole, tuft of capillaries, efferent arteriole, altogether called glomerulus. Afferent arteriole, tuft of capillaries, efferent arteriole, glomerulus. This is the first part of renal corpuscle. Renal corpuscle is divided into 2 parts. One is glomerulus and the second one is Bowman's capsule. Bowman's capsule. What do you mean by Bowman's capsule? It is a double-walled cup-shaped structure. Bowman's capsule is a double-walled cup-shaped structure. So Bowman's capsule is a double-walled cup-like structure. It encloses the glomerulus.
ഓക്കെ, ഗ്ലോമർലെസ് ഇരിക്കുന്നത് ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിലാണ്. ഇറ്റ് ഹാസ് എൻ ഔട്ടർ ലെയർ ആൻഡ് എൻ ഇന്നർ ലെയർ. ഓക്കെ, ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട്. പിക്ചർ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പിക്ചർ വരുന്നത് കാണുന്നുണ്ടല്ലോ, ഇതായി കാണുന്നത് ഇതുപോലത്തെ ഒരു പിക്ചറാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഓക്കെ, നമുക്ക് പിക്ചർ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സോ ഇതൊരു ഡബിൾ വോൾഡ് സ്ട്രക്ചറാണ്. സോ ഡബിൾ വോൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് എൻക്ലോസസ് ദി ഗ്ലോമർലെസ്. ഇറ്റ്സ് ഔട്ടർ വാൾ ഈസ് കോൾഡ് പെറൈറ്റൽ ലെയർ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽ. ഓക്കെ, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെല്ല് കൊണ്ടാണ് ഔട്ടർ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് ദിസ് വോൾ ഹാസ് നോ ആക്റ്റീവ് റോൾ ഇൻ ഫിൽട്രേഷൻ പ്രോസസ്. ഇന്നർ wall is called visceral layer. Outer wall is called parietal layer and inner wall is called visceral layer. It is composed of capsular epithelium of specialized cells called podocytes. Inner wall has an active role in filtration. Okay, it is actively involved in filtration. Inner wall is close to ഗ്ലോമർലെസ്സിനോട് ചേർന്ന് കാണുന്നതാണ് ഇന്നർ വോൾ ഓഫ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഔട്ടർ വോൾ പുറത്ത്, അതിന് റോളൊന്നുമില്ല, അത് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല, സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബട്ട് ഇന്നർ വോൾ ഈസ് കോൾഡ് വിസറൽ ലെയർ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ക്യാപ്സ്യുലാർ എപ്പിത്തീലിയം ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് പോഡോസൈറ്റ്സ്. അപ്പോൾ ഇന്നർ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോഡോസൈറ്റ്സ്. ഓക്കെ, ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ടു വോൾ ഈസ് കോൾഡ് ക്യാപ്സുലാർ സ്പേസ്. ഔട്ടർ വോളിനും ഇന്നർ വോളിനും ഇടയിലുള്ള ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സുലാർ സ്പേസ്. ദ ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് ഫ്രം ദി ഗ്ലോമർലെസ് ഇൻ ടു ദി ക്യാപ്സുലാർ സ്പേസ്. ആ ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറി ഗ്ലോമർലെസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോമർലെസ് റീജിയനിൽ നിന്ന് ബ്ലഡ് ഫിൽറ്റർ ചെയ്തിട്ട് എവിടേക്ക് കയറും? ഈ ക്യാപ്സുലാർ, ഇതാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഈ ക്യാപ്സുലാർ സ്പേസിലേക്ക് കയറും. ഓക്കെ ആണല്ലോ, പിക്ചർ ക്ലിയർ അല്ലേ? അടുത്ത് റീനൽ ട്യൂബ്യൂൾ. ദ റിമൈനിങ് പോർഷൻ ഓഫ് നെഫ്രോൺ ഈസ് കോൾഡ് റീനൽ ട്യൂബ്യൂൾ. ഫസ്റ്റത്തെ ഈ പറഞ്ഞ ഈ ഭാഗം, ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗം ഏതാ? റീനൽ ട്യൂബ്യൂളാണ്. ഓക്കെ, ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് റീനൽ കോർപ്പസ്. ദ സെക്കൻഡ് പാർട്ട് ഓഫ് nephron is called renal tubule. It can be divided into 3 morphologically and functionally distinct regions. Renal tubule is divided into 3 morphologically and functionally distinct regions. ഇത് വളരെ നമുക്കറിയാവുന്നതാണ്. PCT proximal convoluted tubule, DCT distal convoluted tubule and loop of Henle, hairpin shaped loop of Henle. PCT, DCT, loop of Henle. PCT എന്ന് പറയുമ്പോൾ it is proximal convoluted tubule, highly coiled tubular portion. ഓക്കെ, ഹൈലി കോയിൽഡ് ട്യൂബുലാർ പോർഷൻ നമുക്ക് ഈ പിക്ചറിൽ നമ്മൾ കാണുന്നുണ്ട്. ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഈ ട്യൂബുലാർ പോർഷൻ, ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ. ഇത് ഇനി അടുത്തത് ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണ് ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ റീജിയൻ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, സോ പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ, ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ആൻഡ് ലൂപ്പ് ഓഫ് ഹെൻലി. ഈ പിക്ചറിൽ നമുക്ക് കാണാം ലൂപ്പ് ഓഫ് ഹെൻലി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. പോയി. പിന്നെ ഡിസ്റ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ആണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന ഡിജിറ്റൽ പിക്ചറിൽ നോക്കുക, ഡിജിറ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ലൂപ്പ് ഓഫ് ഹെൻലിയും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ പ്രോക്സിമൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ ഹൈലി കോയിൽഡ് ട്യൂബുലർ പോർഷനാണ്. ആൻഡ് ഓൾസോ ഡിജിറ്റൽ കൺവുലേറ്റഡ് ട്യൂബ്യൂൾ, ഇറ്റ് ഈസ് ഓൾസോ ഹൈലി കോയിൽഡ് ട്യൂബുലർ റീജിയൻ. ഇൻ ബിറ്റ്വീൻ ദീസ് ടു there will be a hairpin shaped structure called loop of Henle. Loop of Henle has ascending limb and a descending limb. Thin ascending limb and thick ascending limb and also a thin descending limb. So proximal convoluted tubule, distal convoluted tubule and loop of Henle. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. Distal convoluted tubule open into a collecting tubule
which in turn opens into calyx and finally renal pelvis. Okay, distal convoluted tubule ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റീനൽ കോർപ്പസിൽ ഗ്ലോമർലെസ് നിന്ന് ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പി സി ടി കഴിഞ്ഞാൽ ലൂപ്പ് ഓഫ് ഹെൻലി കഴിഞ്ഞാൽ ഡി സി ടി കഴിഞ്ഞാൽ പിന്നെ കളക്റ്റിംഗ് ട്യൂബ്യൂൾ വിച്ച് ഇൻ ടേൺ ഓപ്പൺസ് ഇൻ ടു ദി കാലിക്സ് ആൻഡ് ഫൈനലി റീനൽ പെൽവിസ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. സോ ഗ്ലോമർലെസ്, ബൗമാൻസ് ക്യാപ്സ്യൂൾ, പി സി ടി, ഹെൻലീസ് ലൂപ്പ്, കളക്റ്റിംഗ് ഡക്ട്, റീനൽ പിരമിഡ്, റീനൽ പെൽവിസ്. ഇനി the loop of Henle. What do you mean by loop of Henle? Loop of Henle found only in birds and mammals. It considered to be the vital part involved in concentrating urine. Okay, loop of Henle has an ascending limb, descending limb, thin descending limb, thin ascending limb, and thick ascending limb are present. Regions are present. Okay, so it is considered to be the vital part involved in concentrating urine. In mammals, the loop of Henle and the collecting tubule lie parallel to each other. In mammals, loop of Henle and collecting tubule lie parallel to each other. എവിടെയാണ് പൊസിഷൻ? ഈ പറഞ്ഞ സംഭവങ്ങളുടെയൊക്കെ പൊസിഷൻ എവിടെയാണ്? മൾപീജിയൻ കോർപ്പസിൽ, ദാറ്റ് മീൻ റിനൽ കോർപ്പസിൽ, ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമർലെസും വരുന്ന റിനൽ കോർപ്പസിൽ, പി സി ടി, proximal convoluted tubule, DCT of the nephron are situated in the cortical region. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ റിനൽ കോർപ്പസിൽ, പി സി ടി, ഡി സി ടി ഒക്കെ കോർട്ടിക്കൽ റീജിയനിലാണ്. ലൂപ്പ് ഓഫ് ഹെൻലി മാത്രം ഇത് ഡിപ്സ് ഇൻ ടു ദി മെഡുലറി റീജിയനിലാണ് കാണുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ പൊസിഷൻ. മൾപീജിയൻ കോർപ്പസിൽ, പി സി ടി, ഡി സി ടി ഒക്കെ കോർട്ടിക്കൽ റീജിയനിലും, ലൂപ്പ് ഓഫ് ഹെൻലി മാത്രം ഏത് റീജിയനിലാണ്? മെഡുലറി റീജിയനിലാണ് കാണുന്നത്. ഇനി അടുത്ത് നെഫ്രോണിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. വി ക്യാൻ സി ടു ടൈപ്പ് ഓഫ് നെഫ്രോൺ. ദർ ആർ two type of nephron. One is called juxtamedullary nephron and cortical nephron. Juxtamedullary nephron and cortical nephron. Okay, so cortical nephron and juxtamedullary nephron. First one, cortical nephron. In majority of nephron, the loop of Henle is too short and extends only very little into the medulla. Extends only a very little into the medulla. Such type of nephron is called cortical nephron. Okay, in this case, loop of Henle is too short. Very short loop of Henle can be seen in cortical nephron, and it extends only a very little into the medulla. Such nephrons are called cortical nephron. What do you mean by juxtamedullary nephron? In some of the nephron, the loop of Henle is very long and runs deep into the medulla. Okay, ഇവിടെ ലൂപ്പ് ഓഫ് ഹെൻലി എന്താണ്? വളരെ ലോങ് ആണ്. വെരി ലോങ് ആൻഡ് റൺസ് ഡീപ്പ് ഇൻ ടു ദി മെഡുല. കോർട്ടിക്കലിൽ വെരി ഷോർട്ടാണ് ആൻഡ് എക്സ്റ്റെൻഡ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദി മെഡുല. ബട്ട് ഹിയർ juxtamedullary nephron, loop of Henle is so long and runs deep into the medulla. These nephrons are called juxtamedullary nephron. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുമ്പോൾ അവിടെ ലൂപ്പ് ഓഫ് ഹെൻലി ഷോർട്ടാണ്. ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ എന്ന് പറയുമ്പോൾ ലൂപ്പ് ഓഫ് ഹെൻലി വളരെ ലോങ് ആണ്. പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ് കഴിഞ്ഞിട്ട് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഭാഗം വളരെ ചെറുതാണ് ഫസ്റ്റത്തെ. അതാണ് കോർട്ടിക്കൽ നെഫ്രോൺ. ലൂപ്പ് ഓഫ് ഹെൻലി വളരെ ലെങ്തി ആയിട്ട് താഴത്ത് അറ്റം വരെ മുട്ടുന്ന ഒരു കണ്ടീഷനാണ് ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ. രണ്ടായാലും ഈ ഭാഗം റീനൽ മെഡുല, റീനൽ കോർട്ടക്സ് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ മെഡുലയിലേക്ക് കുറച്ച് ഭാഗമേ ഉള്ളൂ. സെക്കൻഡ് പിക്ചറിൽ ഭൂരിഭാഗവും മെഡുലയിലേക്ക് എടുക്കുന്നു. Next, afferent arteriole, efferent arteriole and peritubular capillaries. Afferent arteriole, efferent arteriole and peritubular capillaries. ഇപ്പോൾ നമ്മൾ ബൗമാൻസ് ക്യാപ്സ്യൂൾ പറഞ്ഞു, അതിനുള്ളിൽ വരുന്ന ഗ്ലോമർലെസ്. അഫറൻ്റ് ആർട്ടീരിയോൾ നിന്നാണ് ഗ്ലോമർലെസ് ഉണ്ടാകുന്നത്. പുറത്തേക്ക് പോകുന്നത് ഇഫറൻ്റ് ആർട്ടീരിയോളാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആയി. ഇനി പെരിട്യൂബുലർ ക്യാപ്പിലറീസ് മാത്രമേ പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലോമർലെസ് കഴിഞ്ഞാൽ പിന്നെ ബൗമാൻസ് ക്യാപ്സ്യൂൾ, പിന്നെ പി സി ടി, ഡി സി ടി, അതിനിടയിൽ ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസെൻഡിങ് അസെൻഡിങ്, പിന്നെ കളക്റ്റിംഗ് ട്യൂബ്യൂൾ. ഇത്രയാണ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം പഠിച്ചത് ജക്സ്റ്റാമെഡുലറി നെഫ്രോണും കോർട്ടിക്കൽ നെഫ്രോണും മാത്രമാണ്. ഓക്കെ, കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുമ്പോൾ വെരി ഷോർട്ട്
ലൂപ്പ് ഓഫ് കെൻലി. ജക്സ്റ്റാമെഡുലറി എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ലെങ്ത് ഉള്ള ലൂപ്പ് ഓഫ് കെൻലി. Afferent arteriole. The renal artery is subdivided into series of short afferent arteriole, one of which supplies a nephron. Okay, one of the afferent arteriole enter into nephron for supplying blood, nutrients. Okay, the renal arteriole capillarizes within the Bowman's capsule to form glomerulus. Okay, only one arteriole enter into nephron and further divided to form a tuft of capillary inside the Bowman's capsule. That tuft of capillary is called എന്താ വിളിക്കുക? tuft of capillaries എന്താ വിളിക്കുക? ഗ്ലോമറുലസ് എന്ന് വിളിക്കുക. അപ്പോൾ അഫറൻ്റ് ആർട്ടീരിയോൾ വഴിയായിട്ട് ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നു. ദെൻ blood flows through the glomerular capillaries under high pressure. Okay, then എന്ത് സംഭവിക്കും? ദിസ് ഗ്ലോമറുലർ റീജിയൻ അഗെയിൻ റീജോയിൻ ടു ഫോം ഇഫറൻ്റ് ആർട്ടീരിയോൾ. ബ്ലഡ് മൂവ് അവേ ഫ്രം ദി ഗ്ലോമറുലസ് ത്രൂ ദിസ് ഇഫറൻ്റ് ആർട്ടീരിയോൾ. ഇപ്പോൾ ഇത്രയും നമുക്കറിയാം. അഫറൻ്റ് ആർട്ടീരിയോൾ നമ്മൾ കണ്ടതാണ്. ഇഫറൻ്റ് ആർട്ടീരിയോൾ നമുക്കറിയാം. ഗ്ലോമറുലസ് നമുക്കറിയാം. ഈ മൂന്നാൾക്കാർ നമുക്ക് നല്ല പരിചയമാണ്. അഫറൻ്റ്, ഇഫറൻ്റ്, ഗ്ലോമറുലസ്. മൂന്നാമത്തെ ഒരുവൻ അവിടെ ഉണ്ട്. അതിൻ്റെ പേരാണ് പെരിട്യൂബുലർ കാപ്പിലറീസ്. ഓക്കെ, എന്താണ് പെരിട്യൂബുലർ കാപ്പിലറീസ്? They are in fact afferent arteriole. When it leaves the glomerulus, it then subdivides again. This efferent arteriole. എവിടെ നിന്ന് വരുന്നതാണ്? ഗ്ലോമറുലസ് കഴിഞ്ഞ് വരുന്ന പുറത്തേക്ക് ഇറങ്ങുന്ന ഇഫറൻ്റ് ആർട്ടീരിയോൾ ദെൻ സബ് ഡിവൈഡ്സ് അഗെയിൻ ടു ഫോം എ സെക്കൻഡ് സീരീസ് ഓഫ് കാപ്പിലറീസ്. അങ്ങോട്ട് സെക്കൻഡ് സീരീസ് ഓഫ് കാപ്പിലറി ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പെരിട്യൂബുലർ കാപ്പിലറീസ്. ഓക്കെ, efferent, these peritubular capillaries is a continuation of efferent arteriole. Efferent arteriole അവിടെ നിന്ന് വരുന്നത് which is coming from glomerulus. This efferent arteriole form a second series of capillaries called peritubular capillaries. It surrounds the proximal and distal convoluted tubule in the renal cortex. കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റലിനെയും പ്രോക്സിമലിനും ഒക്കെ കവറേജ് ചെയ്ത് കാണുന്ന ആ ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കൃത്യമായിട്ട് നമുക്ക് കാണാം പെരിട്യൂബുലർ കാപ്പിലറീസിനെ. ഈ പോകുന്ന ലൂപ്പ് ഓഫ് കെൻലിയുടെയും ഒക്കെ അവിടെ റെഡ് കളറിൽ ബ്ലഡ് വെസലായിട്ട് കാണുന്ന ഇത് ഈ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ പെരിട്യൂബുലർ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അത് വരുന്നത് ഇഫറൻ്റ് ആർട്ടീരിയോളിൽ നിന്നാണ്. ഓക്കെ, ഇഫറൻ്റ് ആർട്ടീരിയോളിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം ഇഫറൻ്റ് ആർട്ടീരിയോളിൽ നിന്ന് വരുന്നത് കംപ്ലീറ്റ് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. അതാണ് പെരിട്യൂബുലർ കാപ്പിലറീസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് വാസാറെക്റ്റ. പെരിട്യൂബുലർ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലായി. അഫറൻ്റ് മനസ്സിലായി, ഇഫറൻ്റ് മനസ്സിലായി, ഗ്ലോമറുലസ് മനസ്സിലായി. ഇഫറൻ്റിനെ തന്നെ ഒരു സ്പെഷ്യലൈസേഷനാണ് പെരിട്യൂബുലർ കാപ്പിലറീസ്. മൊത്തം PCTയും DCTനെയും കവർ ചെയ്ത് കാണുന്ന ഒരു സ്പെഷ്യലൈസേഷനാണ് പെരിട്യൂബുലർ കാപ്പിലറീസ്. അതേപോലെ തന്നെ പെരിട്യൂബുലർ കാപ്പിലറീസിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ് വാസാറെക്റ്റ. വാസാറെക്റ്റ കംപ്രൈസസ് പാരലൽ അറേസ് ഓഫ് ഹെയർപിൻ ലൂപ്സ് ഓഫ് കാപ്പിലറി സറൗണ്ടിങ് ദി ലൂപ്പ് ഓഫ് കെൻലി. വാസാറെക്റ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൂപ്പ് ഓഫ് കെൻലിയുടെ ഭാഗത്തുമ്പോൾ എല്ലായിടത്തും തോന്നിയ പോലെ ഇങ്ങനെ നെറ്റ്വർക്ക് ഫോം ചെയ്യുകയാണ് പെരിട്യൂബുലർ കാപ്പിലറീസ് ചെയ്യുന്നത്. ലൂപ്പ് ഓഫ് കെൻലിയിൽ അടുത്തെത്തുമ്പോൾ അവിടെ ഒരു ഹെയർ പിൻ ലൂപ്പ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പെരിട്യൂബുലർ കാപ്പിലറീസിന് തോന്നും എന്താ, ഞാനും ഒരു ഹെയർ പിന്ന് ഫോം ചെയ്യാം. വാസാറെക്റ്റയെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹെയർ പിൻ ആരിലും കാണാം, പെരിട്യൂബുലർ കാപ്പിലറീസിലും കാണാം. ഓക്കെ, സോ എ ഹെയർ പിൻ ഈസ് ഫോം ക്ലോസ് ടു ദി loop of Henle. That is called vasarecta. Hairpin-like modification of vasarecta, which is arranged very close to loop of Henle. Ascending and descending loop of Henle is called vasarecta. Vasarecta comprises parallel arrays of hairpin loops of capillaries surrounding the loop of Henle. Loop of Henle ke surrounding ആയിട്ട് കാണുന്ന parallel arrays of hairpin loops of capillaries called vasarecta. ഇവിടെ just like loop of Henle, in loop of Henle the filtrate flow in opposite direction. Okay, filtrate flow opposite direction ആണ്. ഡിസെൻഡിങ് ലിംബിൽ താഴത്തേക്കാണ്, അസെൻഡിങ് ലിംബിൽ മുകളിലേക്കാണ്. ഓക്കെ, ഡിസെൻഡിങ് ലിംബിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം, അസെൻഡിങ് ലിംബിൽ ബോട്ടം ടു ടോപ്പ്. അതാണ് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. Similar to this, in vasarecta also, blood flow in the adjacent vessel.
Ascending limb of vasa recta, descending limb of vasa recta, they are in opposite direction. This is called counter current flow. Counter current flow. It helps in producing hyperosmotic urine. യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടർ കറൻറ്റ് ഫ്ലോ ഉപകരിക്കും. Thus the blood on leaving the glomerulus, which is located in the cortex, enters the afferent arteriole. From there, blood is carried into the medulla. Then it passes through the interconnecting peritubular capillaries and finally leaves the kidney via the renal vein. Okay, അപ്പോൾ അഫറൻറ്റ് ആർട്ടീരിയോൾ വഴിയായിട്ട് ബ്ലഡ് എൻ്റർ ചെയ്യുന്നു, അവിടെ നിന്ന് ഗ്ലോമർലെസ്സിലെത്തുന്നു, അവിടെ ഫിൽട്രേഷൻ നടക്കുന്നു, പിന്നെ ഇഫറൻറ്റ് ആർട്ടീരിയോളിലേക്ക് പോകുന്നു. ഓക്കെ, ഇഫറൻറ്റ് ആർട്ടീരിയോളിൽ നിന്ന് പെരിട്യൂബുലർ കാപ്പിലറീസ് പോകുന്നു. പെരിട്യൂബുലർ കാപ്പിലറീസിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് വാസാ റെക്ട. ഓക്കെ, പെരിട്യൂബുലർ കാപ്പിലറീസ് കാണുന്നത് മെഡുലർ റീജിയണിലാണ്. ദെൻ ആൻഡ് ഫൈനലി ലീവ്സ് ദ കിഡ്നി വയ ദ റീനൽ വെയിൻ വഴിയായിട്ട് പുറത്തേക്ക് പോകുന്നു. ഇനി നമുക്ക് അടുത്തുള്ളത് അൾട്രാ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ആണ്. അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം.